ഭയം മനുഷ്യൻ്റെ നാഡിഞരമ്പുകളെ പോലും മരവിപ്പിക്കാൻ ശേഷിയുള്ള വികാരം. ഇരുട്ടിൽ രാത്രി ഒറ്റക്ക് നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാറുണ്ട്. ഇരുട്ടിൽ നിന്നും ആരൊക്കെയോ നമ്മൾ വീക്ഷിക്കുന്നു എന്ന ചിന്ത നമ്മളുടെ ഉള്ളിലുള്ളതിനാൽ തന്നെയാണ് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാറുള്ളത്. അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിൻ്റെ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ പോലും ആ റൂമിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ നിന്നായി ആരൊക്കെയോ നമ്മൾ വീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മളുടെ എല്ലാം ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. മനുഷ്യനെ ഏറ്റവും അധികം അപകടത്തിലാക്കുന്നത് ആരൊക്കെയോ നമ്മൾ വീക്ഷിക്കുന്നു എന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി നമ്മളെ ഇത്തരത്തിൽ വീക്ഷിച്ചതിനു ശേഷം നമ്മൾ ഭയപ്പെടുത്തുന്ന നിലയിൽ കത്തുകൾ അയച്ചാലോ? അത്തരത്തിലുള്ള 3 കത്തുകൾ തന്നെയാണ് അവർക്കും ലഭിച്ചത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലൂ ഹിയർ. 9 വർഷങ്ങൾക്ക് മുമ്പ് 2014 മറിയ ബ്രോഡസ്, ഭർത്താവ് ഡെറിക് ബ്രോഡസ്, അവരുടെ 3 കുട്ടികളും അടങ്ങുന്ന ബ്രോഡസ് കുടുംബം അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ പുതിയൊരു വീട് മേടിക്കുകയാണ്. 657 ബൊളിവാർഡ് എന്ന ആ ഒരു വീട് അവരുടെ ഒരു സ്വപ്ന ഭവനം കൂടിയായിരുന്നു. $1.3 മില്യൺ ചെലവഴിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനൊരു വീട് അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വീട് മേടിച്ച് അതിൻ്റെ അഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് നൽകി 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ ഒരു വീടിൻ്റെ പോസ്റ്റ് ബോക്സിൽ അവർക്കൊരു കത്ത് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. മുൻപേ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികൾക്ക് വന്ന കത്തായിരിക്കാമെന്ന് കരുതിയാണ് അവർ ചെന്ന ആ ഒരു കത്ത് എടുത്തു നോക്കിയത്. കാരണം ബ്രോഡസ് കുടുംബത്തിൻ്റെ പുതിയ അഡ്രസ്സ് ഇതാണ് എന്ന് ആർക്കും തന്നെ അവർ നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു കത്ത് എടുത്തു നോക്കിയപ്പോൾ അവരാകെ കൂടെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ ഒരു കത്തിൻ്റെ പുറം ഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത് ടു ദ ന്യൂ ഓണർ എന്നായിരുന്നു. അതായത് പുതിയ ഉടമസ്ഥനുള്ളതാണ് ഈ ഒരു കത്ത് എന്നതായിരുന്നു. ആ ഒരു കത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അവർക്ക് കാണാൻ സാധിച്ചത് 657 ബൊളിവാർഡ് എന്ന ഈ ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ഒരു വീട് എൻ്റെ കുടുംബത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. 1920കളിൽ എൻ്റെ മുത്തച്ഛനാണ് ഈ ഒരു വീടിനെ നോക്കിയിരുന്നത്. അതിനുശേഷം 1960ൽ എൻ്റെ അച്ഛനും, ഇന്നിപ്പോൾ ഞാനും ഈ ഒരു വീടിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ നോക്കുക എന്നതുകൊണ്ട് ലെറ്റർ എഴുതിയിട്ടുള്ള വ്യക്തി ഉദ്ദേശിക്കുന്നത് വിദൂരതയിൽ നിന്നും ആ ഒരു വീടിനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുക എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു. അതിനുശേഷം ആ ലെറ്ററിൽ ബാക്കി അദ്ദേഹം എഴുതിയിരുന്നത് ഹു ആം ഐ, ആരാണ് ഞാൻ എന്ന നിലക്കുള്ള കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ ഒരു വീടിൻ്റെ മുൻഭാഗത്തുകൂടെ ഓരോ ദിവസവും 100ഓളം വരുന്ന കാറുകൾ കടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ ആ കാറുകളിൽ ഒന്നിൽ ഞാനുണ്ടാകാം. ഈ ഒരു വീടിൻ്റെ മുഴുവൻ ജനാലകളും തുറന്നിട്ട് അതിലൂടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. 657 ബൊളിവാർഡ് എന്ന ഈ ഒരു വീടിനെ നിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര കൊണ്ട് നനച്ചിരിക്കുന്നു. പക്ഷേ ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും ഞാൻ അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ അവരുടെ യഥാർത്ഥ പേരുകൾ മനസ്സിലാക്കി ഞാൻ വിളിക്കുമ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് ഓടി വരും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കത്തിനകത്ത് അവർക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കത്തെഴുതിയ വ്യക്തിയുടെ പേര് കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ദ വാച്ചർ. ഈ ഒരു കത്ത് കണ്ടതോടു കൂടിയിട്ട് തന്നെ ബ്രോഡസ് ഫാമിലിയുടെ മുഴുവൻ മനസ്സമാധാനവും പോവുകയാണ്. അവർ ഒന്നടങ്കം ഷോക്കായി പോവുകയാണ്. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന, സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പണം നൽകിയാണ് ഇത്തരത്തിലൊരു വീട് അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മനസ്സമാധാനത്തോടു കൂടി അവിടെ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് തന്നെ അവർ മാറി വരികയാണ്. ആരോടും ഈ കാര്യങ്ങളും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയായിരുന്നു അവരുണ്ടായിരുന്നത്. എങ്കിൽ പോലും ആ ഒരു കത്തിനകത്ത് മുമ്പേ എൻ്റെ അച്ഛനും അതിനു മുമ്പേ എൻ്റെ മുത്തച്ഛനും ഈ ഒരു വീടിനെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞതിനാൽ തന്നെ മുമ്പ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഇത്തരം വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ, അവർക്ക് ഇത്തരത്തിലുള്ള കത്തുകൾ വല്ലതും ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെ അവിടെ മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്ന ആൻഡ്രിയ വുഡ്സ്, ജോൺ വുഡ്സ് എന്നീ ദമ്പതികളുടെ അടുത്തേക്ക് ബ്രോഡസ് ഫാമിലി യാത്രയാവുകയാണ്. അവിടെ ചെന്ന് ഈ ഒരു ലെറ്റർ കാണിച്ചുകൊണ്ട് ആൻഡ്രിയയോട് ചോദിച്ചപ്പോൾ അവർ മറുപടിയായിട്ട് പറഞ്ഞത്, ഏയ് ഇത്തരത്തിലൊരു കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടേ ഇല്ല, ഇങ്ങനൊരു കാര്യം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നതായിരുന്നു. പക്ഷേ ആ സമയത്ത് ജോൺ വുഡ്സ് ആ കത്തൊന്ന് നോക്കിയതിനു ശേഷം വെയിറ്റ് ഇങ്ങനൊരു കത്ത് എനിക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുകളിലും ഇതുപോലെ തന്നെ ടു ദ ന്യൂ ഓണർ എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കത്ത് ലഭിച്ച അവസരത്തിൽ ഞാൻ ചെറിയൊരു തിരക്കിലായതിനാൽ തന്നെ പിന്നീട് വായിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി വെക്കുകയായിരുന്നു.
പിന്നീട് അത് വായിക്കാനും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത്. ഇതുകൂടെ കേട്ടപ്പോൾ ബ്രോഡസ് ഫാമിലിക്ക് ഒരു കാര്യം ഉറപ്പായി. ഒരുപാടധികം വർഷമായി കത്തിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ആ വ്യക്തി ആ വീടിനെ വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദിവസങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. 2 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും അത്തരത്തിൽ ഒരു കത്ത് കൂടെ ബ്രോഡസ് ഫാമിലിക്ക് ലഭിക്കുകയാണ്. അത് തുറന്നു നോക്കിയപ്പോൾ വീണ്ടും അവരാകെ കൂടെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ ഒരു കത്തിനകത്ത് ആ ഒരു ഫാമിലിയിലുള്ള 5 ആളുകളുടെയും പേരുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ കുട്ടികൾ ജനിച്ച ഓർഡർ യഥാക്രമം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കുട്ടികളെ അവരുടെ അച്ഛനമ്മമാർ മരിയയും ഡെറിക്കും എന്ത് പേരാണോ വിളിക്കുന്നത് ആ ഒരു ചെല്ലപ്പേര് കൂടെ ആ ഒരു ലെറ്ററിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിഭാഗത്തായിട്ട് നിങ്ങളുടെ ഇളയ കുട്ടി നന്നായി വരക്കാറുണ്ടല്ലേ എന്നുകൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ സമയങ്ങളിലൊന്നും പുതിയ വീട്ടിലേക്ക് ഈ ഒരു ബ്രോഡസ് ഫാമിലി താമസം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പഴയ വീട്ടിൽ തന്നെയാണ് അവരപ്പോഴും താമസിച്ചിരുന്നത് എന്നൊരു കാര്യമായിരുന്നു. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും വിവരങ്ങളെല്ലാം അവർക്ക് ലഭിച്ചത്? അയാൾ ബ്രോഡസ് ഫാമിലിയുടെ പഴയ അഡ്രസ്സ് കണ്ടെത്തി ആ ഒരു വീടിൻ്റെ ഭാഗങ്ങളിൽ വന്ന് നിന്ന് വീക്ഷിച്ചുകൊണ്ടാണോ ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്? ഏറ്റവും ഒടുവിൽ ആ ഒരു കത്തിൻ്റെ അടിഭാഗത്തായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷം ആ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിൽ ചെന്ന് നിങ്ങളുടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ എന്തെങ്കിലും സംഭവിച്ച് ഉറക്കെ അവർ അലറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത് അവർക്ക് ലഭിച്ച കത്തിനകത്തുണ്ടായിരുന്നത്. രണ്ടാമതും ഇത്തരം ഒരു കത്ത് ലഭിച്ചപ്പോൾ അവർ എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിവരമറിയിക്കുകയാണ് ചെയ്തത്. പോലീസുകാരൻ ആദ്യത്തെ കത്ത് നോക്കിയതിനു ശേഷം അവരോട് പ്രതികരിച്ചത് ഇത് സ്വാഭാവികമായിട്ടും ആരൊക്കെയോ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അയച്ചൊരു കത്തായിരിക്കാം എന്ന നിലയിലാണെങ്കിൽ, രണ്ടാമത്തെ കത്ത് കൂടെ വായിച്ചപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലാവുകയും അദ്ദേഹം കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ആദ്യം തന്നെ പോലീസുകാർ ചെയ്തത് ആ ഒരു വീട്ടിന് 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സർവൈലൻസ് ഏർപ്പെടുത്തുക എന്നതായിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇത്തരം ഒരു പരാതി നൽകി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ മൂന്നാമതൊരു കത്തുകൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അവർക്ക് കാണാൻ സാധിച്ചത് വേർ ആർ യു ഗോൺ ടു 657 ബൊളിവാർഡ് ഈസ് മിസ്സിംഗ് യു എന്നായിരുന്നു. പോലീസുകാർ ഈ ഒരു കത്ത് ലഭിച്ച ഉടനെ തന്നെ ആ ഒരു കത്തിനെ വിശദമായി തന്നെ പരിശോധിച്ചിട്ട് ആ ഒരു ലെറ്ററിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിംഗർ പ്രിന്റുകളോ എന്തെങ്കിലും DNA മറ്റോ കിട്ടുമോ എന്ന നിലയിൽ പോലീസുകാർ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും പരിശോധനകൾ നടത്തിയെങ്കിലും അങ്ങനെ യാതൊരു കാര്യവും ആ ഒരു ലെറ്ററിൽ നിന്നും പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്നും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പോലീസുകാർ നടത്തുന്നുണ്ട്. പക്ഷേ ഒരിക്കലും പോലീസുകാർക്ക് ആരാണ് ആ വാച്ചർ എന്ന കാര്യം കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ അവർ നിസ്സഹായമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിനോടകം തന്നെ ബ്രോഡസ് ഫാമിലിയുടെ സമാധാനം മുഴുവനും പോയി കഴിഞ്ഞിരുന്നു. അവരുടെ പഴയ അഡ്രസ്സിലേക്ക് പോലും വാച്ചർ ഇപ്പോൾ തേടി പിടിച്ച് എത്തിയിരിക്കുന്നു. അതിനാലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു വീട് വിൽക്കാൻ വേണ്ടി 657 ബൊളിവാർഡ് എന്ന വീട് വിൽക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ അതിനോടകം തന്നെ ഏതോ പോലീസുകാരിൽ നിന്നും ഈ ഒരു വീടിനെ കുറിച്ചറിഞ്ഞ ഏതോ റിപ്പോർട്ടർ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അവിടെയുള്ള മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുകയും ആ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ വൈറലാവാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അതോടുകൂടി തന്നെ വീട് നല്ല രീതിയിൽ വിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ആ കുടുംബം എത്തിച്ചേരുകയാണ്. 2 വർഷക്കാലത്തോളം ആരും തന്നെ ഉപയോഗിക്കാതെ ആ ഒരു വീട് അനാഥമായി കിടക്കുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം ധൈര്യശാലികളായ ഒരു കുടുംബം ആ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വരികയാണ്. ആ ഒരു അവസരത്തിൽ അവർ എഗ്രിമെൻറ്റിൽ പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വാച്ചറുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ലെറ്ററുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്നൊരു കാര്യം. അച്ഛനും അമ്മയും 2 കുട്ടികളും 2 നായകളും അടങ്ങുന്നതായിരുന്നു ആ ഒരു കുടുംബം. അവരവിടെ താമസമാക്കി 2 ആഴ്ചകൾ പിന്നിടുമ്പോൾ വീണ്ടും അവർക്കും അത്തരത്തിലൊരു കത്ത് ലഭിക്കുകയാണ്. അത് അയച്ചിട്ടുണ്ടായിരുന്നതും വാച്ചർ തന്നെയായിരുന്നു. വീണ്ടും ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചതോടുകൂടി തന്നെ ആ കുടുംബം ആ ഒരു വീടിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് CCTV ക്യാമറകൾ ഫിറ്റ് ചെയ്യുകയാണ്. സ്ഥിരമായി ഈ ഒരു ലെറ്റർ കൊണ്ടുവന്നിടുന്ന ആ ഒരു വാച്ചറെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഇത്തരത്തിൽ അവർ CCTV ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം അറിയുന്നത് ആ ഒരു കുടുംബത്തിനും ബ്രോഡസ് ഫാമിലിക്കും അതുപോലെ തന്നെ ഏതാനും ചില പോലീസുകാർക്കും മാത്രമായിരുന്നു. പക്ഷേ ഇങ്ങനെ ക്യാമറ വെച്ചതോട് കൂടിയിട്ട് പിന്നീട് ഒരിക്കലും അത്തരത്തിലുള്ള കത്തുകൾ ആർക്കും തന്നെ ലഭിച്ചതേയില്ല.
ഇത്തരത്തിൽ CCTV ക്യാമറകൾ ഫിറ്റ് ചെയ്ത വിവരം എങ്ങനെയോ ആ ഒരു വാച്ചറും അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ ആരാണ് അയാൾ? ആരാണ് ഈ വാച്ചർ? ഈ ഒരു വിഷയം കാര്യമായി തന്നെ വൈറലായതിനാൽ തന്നെ പോലീസുകാർ വീണ്ടും കാര്യമായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 3 ആളുകളിലേക്കായിരുന്നു പ്രധാനമായും പോലീസുകാരുടെ സംശയങ്ങൾ നീണ്ടിരുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഒരു ഗെയിമറായ വ്യക്തിയാണ്. ഒരു ദിവസം പോലീസുകാർ ആ ഒരു വീടിന് കാവൽ നിന്നുകൊണ്ടിരിക്കെ ഏറെക്കുറെ 11 മണിയാകുമ്പോൾ ഒരു കാർ അവിടെ വന്ന് നിർത്തുകയും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവിടെ നിന്നും മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ ആ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നോക്കിയപ്പോൾ അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഒരു സ്ത്രീയിലാണ്. അവരെ വിളിപ്പിച്ച് കാര്യമായി തന്നെ ചോദ്യം ചെയ്തപ്പോൾ അന്നേ ദിവസം രാത്രിയിൽ അവർ പുറത്തു പോയിട്ടില്ല എന്നും മറിച്ച് അവരുടെ കാമുകനായിട്ടുള്ള അവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ആ ഒരു വാഹനമെടുത്ത് പുറത്തു പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും സാധിച്ചു. ആ ഒരു ബോയ് ഫ്രണ്ടിനെ കുറിച്ച് കൂടുതലായി ചോദിച്ചപ്പോൾ അവർ മറുപടിയായിട്ട് പറഞ്ഞത് അദ്ദേഹം ഒരു ഗെയിമറാണ്, അധിക സമയവും വീട്ടിൽ തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ട് സമയം ചിലവഴിക്കാറുള്ളത് എന്നതായിരുന്നു. എന്തിനു വേണ്ടിയാണ് തന്നെ വിളിപ്പിച്ച് അന്വേഷണം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആ സ്ത്രീക്ക് വ്യക്തമായൊരു ധാരണ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു സ്ത്രീ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നാൽ തിരിച്ചു ചെന്ന് ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ അവർ വീണ്ടും പോലീസുകാരെ വിളിക്കുകയാണ്. തൻ്റെ ബോയ് ഫ്രണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകളുടെ കൂട്ടത്തിൽ ഒരു ഗെയിമിൻ്റെ പേരായിരുന്നു അങ്ങനെ അവർ തിരിച്ചു വിളിക്കാൻ കാരണമായിരുന്നത്. ആ ഒരു ഗെയിമിൻ്റെ പേരും ദി വാച്ചർ എന്നായിരുന്നു. പോലീസുകാർ ഉടനെ തന്നെ ഗെയിമറായ ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പക്ഷേ പോലീസുകാർ എത്രയൊക്കെ കാത്തിരുന്നിട്ട് പോലും അയാൾ സ്റ്റേഷനിലേക്ക് വന്നില്ല. അയാളെ വിളിച്ചു നോക്കിയപ്പോൾ പിന്നീട് ഒരിക്കലും അയാൾ ഫോൺ എടുത്തില്ല. നേരിട്ട് ചെന്ന് നോക്കിയപ്പോൾ പോലീസുകാർക്ക് ഒരിക്കലും അയാളെ കണ്ടെത്താനുമായില്ല. രണ്ടാമതായി പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നത് മൈക്കിൾ ലാൻഫോർഡ് എന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാളും സഹോദരിയും അമ്മയും അടങ്ങുന്നതായിരുന്നു ലാൻഫോർഡിൻ്റെ കുടുംബം. മുമ്പും ഇത്തരത്തിലുള്ള 2 കംപ്ലൈൻറ്റുകൾ അയാളുടെ മേൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പല വീടുകളുടെയും ജനലുകളുടെയും വാതിലുകളുടെയും മുൻഭാഗത്തായിട്ട് ഇയാൾ ചെന്ന് നിൽക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ ആളുകൾ ഒന്നായിട്ട് ഭയന്നു പോവുകയും ചെയ്യും. എന്നാൽ ജനലും വാതിലും എല്ലാം തുറന്ന് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഒന്നും മിണ്ടാതെ പോവുകയും ചെയ്യും. തീർത്തും വിചിത്രമായിട്ടുള്ള പ്രവൃത്തികളായിരുന്നു ഈ ഒരു കുടുംബത്തിൽ നിന്നും സമീപവാസികളായിട്ടുള്ള ആളുകൾക്ക് നേരിടേണ്ടി വന്നിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ചില പരാതികൾ ലഭിച്ചപ്പോൾ പോലീസുകാർ മൈക്കിൾ ലാൻഫോർഡിനെ വിളിച്ച് ഉപദേശിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഒരിക്കലും അയാൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടില്ലായിരുന്നു. എങ്കിൽ പോലും പോലീസുകാർക്ക് അയാളെ കാര്യമായി തന്നെ സംശയമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഞങ്ങൾ ഈ ഒരു വീട് പൊളിച്ചു മാറ്റാൻ പോവുകയാണ്. വരും ദിവസത്തേക്ക് വലിയ രീതിയിലുള്ള ശബ്ദങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകാം. ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കത്ത് ഞങ്ങളുടെ അയൽവാസികൾക്കെല്ലാം എഴുതുന്നത്. തീർച്ചയായും നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ബ്രോഡസ് ഫാമിലി എഴുതിയിട്ട് ഈ ഒരു ലാൻഫോർഡിൻ്റെ കുടുംബത്തിന് നൽകാൻ വേണ്ടി പോലീസുകാർ നിർദ്ദേശിക്കുകയാണ്. അവരാകെക്കൂടെ ഇങ്ങനൊരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മൈക്കിൾ ലാൻഫോർഡിൻ്റെ കുടുംബത്തിന് മാത്രമായിരുന്നു. എങ്ങാനും അയാളാണ് യഥാർത്ഥ വാച്ചർ എങ്കിൽ നിങ്ങൾ ഈ ഒരു വീട് പൊളിക്കാൻ പോകുന്നു എന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് വാച്ചറുടെ പേരിൽ ഒരു കത്ത് കൂടെ അവർക്ക് ലഭിക്കേണ്ടതായിരുന്നു. അങ്ങനൊരു കത്തിന് വേണ്ടി പോലീസും ബ്രോഡസ് ഫാമിലിയും കാത്തിരുന്നു എങ്കിൽ പോലും ഒരിക്കലും അത്തരത്തിലുള്ളൊരു കത്ത് അവരെ തേടി എത്തിയില്ല. പോലീസുകാർക്ക് പിന്നീട് സംശയം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള എബി ലാൻഫോർഡിനെയായിരുന്നു. വാച്ചർ 2ാമത്തെ തവണ അയച്ച കത്തിൽ നിന്നും ഒരു പാർഷ്യൽ DNA പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതൊരു സ്ത്രീയുടേതായിരുന്നു. അതിനാലൊക്കെ തന്നെയാണ് എബിയിലേക്ക് പോലീസിൻ്റെ സംശയങ്ങൾ നീണ്ടിരുന്നത്. പക്ഷേ എബിയുടെ DNAയുമായിട്ട് ആ ഒരു കത്തിൽ നിന്നും ലഭിച്ച DNA മാച്ച് ആകാത്തതോട് കൂടിയിട്ട് തന്നെ പോലീസുകാർക്ക് ആ ഒരു ശ്രമവും ഉപേക്ഷിക്കേണ്ടി വരികയാണ്. പോലീസുകാർ വീണ്ടും നിസ്സഹായരാവുകയാണ്. ഏറ്റവും അവസാനം 3ാമതായി പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്ന വ്യക്തികൾ ഈ പരാതികളെല്ലാം നൽകിയിട്ടുള്ള ബ്രോഡസ് ദമ്പതികളെ തന്നെയായിരുന്നു. കാരണം വലിയ തുക ബാങ്കിൽ നിന്നും ലോൺ എടുത്തുകൊണ്ടായിരുന്നു ഇവർ ഇത്തരത്തിൽ വീടെല്ലാം മേടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ചെറിയ രീതിയിലെങ്കിൽ പോലും കടക്കണിയിൽ അവർ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർ ഈ ഒരു വാർത്ത വന്നിട്ടുള്ള വീടിനെ കുറിച്ചുള്ള വാർത്ത വന്നിട്ടുള്ള ന്യൂസ് പേപ്പറിൽ ചെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു കത്തിൽ നിന്നാണ് ഇങ്ങനൊരു വീടിനെ കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്ന് അവർ പറയുകയുണ്ടായി. എന്നാൽ ആ ഒരു കത്ത് അയച്ചിട്ടുള്ള റിപ്പോർട്ടറുടെ പേരും മറ്റുമെല്ലാം നോക്കിയപ്പോൾ അത് പൂർണ്ണമായും ഫേക്കാണ് എന്ന് പോലീസുകാർ
പോലീസുകാർക്ക് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഈ ഒരു വീടിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിലയിലേക്ക് മാറ്റിയെടുത്ത് ഇതൊരു വലിയ വിഷയമാക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വല്ല സിനിമകളും എടുക്കാൻ വരുമ്പോൾ ഇത് തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായതിനാൽ തന്നെ വലിയ തുക റോയൽറ്റി ഫീ ഇനത്തിൽ മേടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ദമ്പതികൾ ചെയ്തത് എന്ന ചെറിയൊരു അനുമാനത്തിലായിരുന്നു പോലീസുകാർ പിന്നീട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയും നിലനിൽക്കുന്ന വലിയൊരു പ്രശ്നം, ഇവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്, ഇവർ തന്നെയാണ് ഫേക്ക് ആയിട്ടൊരു വാച്ചറെ ക്രിയേറ്റ് ചെയ്തത് എന്നൊക്കെ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ആ ഒരു വീട്ടിൽ മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്ന ജോൺ വുഡ്സ് എന്ന വ്യക്തിക്കും ഭാര്യയ്ക്കും ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? പോലീസുകാർ വീണ്ടും ആശയക്കുഴപ്പത്തിലാവുകയാണ്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോസ്റ്റോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരായിരിക്കാം ഇവിടെ യഥാർത്ഥത്തിൽ വാച്ചർ? എന്തിനു വേണ്ടിയായിരിക്കാം അയാൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.